വെൽക്കം ടു GSM. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ദിനോസറിൻ്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് കടന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കളിയിൽ നമ്മൾ ഒരു മൃഗത്തിനെയൊക്കെ പിടിച്ചില്ലായിരുന്നു, ഒരു ദിനോസറിനെ, അതായത് വെജിറ്റേറിയൻ കഴിക്കുന്ന ഒരു ദിനോസറിനെ നമ്മൾ പിടിച്ച് ഹണ്ട് ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ അവസാനം വരെ കാണിച്ചത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു ഒറ്റൊരു ഡിനോസറിനെ പിടിക്കണം. പിന്നെ ഒരു അലോസോറസുമായിട്ട് നമുക്കൊരു അടിപൊളി എന്താ പറയുക ഫൈറ്റും വേണം. അപ്പോൾ അതിനെ രണ്ടിനെയും തപ്പിയാണ് ഇറങ്ങുന്നത്. നമുക്ക് ഫുഡെല്ലാം അത്യാവശ്യമുണ്ട്, എന്നാലും നമ്മൾ പറയണ്ടേ, അതുകൊണ്ടാണ് ബൈ. സോ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഉള്ളത് ഒരു കടൽ തീരത്തിൻ്റെ അടുത്താണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് ഇവിടെ ഈ ഒരു മുതലസോറസ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ടെന്നാണ് കേട്ടത്, അറിയില്ല. ഇത് പിന്നെ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിൽ കളിക്കുന്ന ഗെയിമാണ്, PC അല്ല. മൊബൈൽ ഫോണിലും കളിക്കാൻ സാധിക്കും. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈ ഗെയിം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുന്നത്, നമുക്ക് ലേശം ഫുഡ് ആവശ്യമുണ്ട്. അതാ കാർട്ടോറസ് അല്ലേ അത്? അതന്നെ. കാർണോ ആണോ? അല്ല, എനിക്ക് ഇവരെ പേരെല്ലാം വലിയ പിടുത്തല്ല, അതുകൊണ്ട് തെറ്റിപ്പോവുകയാണെങ്കിൽ ക്ഷമിക്കണം. കാർട്ടോറസ് എന്നൊക്കെയാണ് ഞാൻ വിളിക്കുക. അതാ അങ്ങോട്ട് പോയിട്ടുണ്ട്, മൂപ്പര അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ആടെ ഫുഡ് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. മൂപ്പരെ അടുത്തുള്ളടുത്ത് എന്തായാലും ഒന്നിനെ പിടിച്ചിടാണ്ട് നിൽക്കൂല. അതുകൊണ്ട് നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കണോ? ഇപ്പം നമ്മളെ കണ്ടിക്കില്ല. കണ്ടിട്ടുണ്ടായിരുന്ന പയ്യെ തന്നെ പയ്യനു. അതുകൊണ്ടാണ് ഇവിടെയോ ഫുഡ് സെൻസ് ചെയ്തേരം എനിക്ക് സിഗ്നൽ കിട്ടി. അതാ അവിടെ ഒരു ചുവന്ന സിഗ്നൽ കാണുന്നില്ലേ, അവിടെ ഫുഡുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ആടെ എന്തായിരിക്കും ഫുഡ് എന്ന് അറിയണമല്ലോ. എടേ, ആടെ ഉണ്ടോ കാർട്ടോറസ്? എൻ്റെ മക്കളെ, എവിടെ നോക്കിയാൽ ഈ സാധനമാണല്ലോ. കഴിഞ്ഞ കളിയിലൊന്നും ഇതിനെ കാണാനേ പറ്റിയില്ല, പക്ഷെ ഇക്കളിയിലൊന്നും ഫുള്ള് ഇത് തന്നെ. ഇതാടെ ഉള്ളതുകൊണ്ട് നമുക്ക് എടുക്കാനൊരു പേടിയാ. ഓൻ ഇങ്ങോട്ട് ആണോ വരുന്നേ? തോന്നുന്നു. എടേ, കണ്ടിക്കോ? ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ നിൽക്കുക, അല്ലെങ്കിൽ പിന്നെ വായിലാവും. ഇങ്ങോട്ട് നിന്നോ. എടേ, പോയോ? രണ്ട് വെളിച്ചം മാത്രമുള്ള കണ്ണേ കാണുന്നുള്ളൂ, വേറൊന്നും നിൻ്റെ കാണൂല. പോയോ? എവിടെ പോയി? ഈ പുല്ലിൻ്റെ ഇടയിലായതുകൊണ്ട് സ്ക്രീന് ഫുള്ള് ബേക്കാക്കാനും പറ്റുന്നില്ല. എവിടെ പോയി? ഏടേ ഇവനേടേ? ആളെ കാണുന്നില്ല. പുറത്തിറങ്ങി നോക്കട്ടെ, എന്നാലും ഇവിടെ എവിടെയെങ്കിലും ഇല്ലാണ്ടിക്കൂല. എവിടെ പോയി? ഇത്രയും നേരം നമ്മളെ മുന്നിലുണ്ടായല്ലേ, പെട്ടെന്ന് അവിടെ പോയി. എവിടെ? ഇവിടെ അടുത്തേടെ ഉണ്ടോയെന്ന് പറയാനും പറ്റില്ല, വയ്യ തന്നെ പാഞ്ഞു വന്ന് കടിക്കും. അങ്ങനത്തെ ടീമാ. സോ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ അവസാനിപ്പിച്ച എവിടെയാണെന്ന് വെച്ചാൽ, അതായത് ചാകുന്ന കണക്കാണ്. ഒന്നിനെ കൊന്ന് നമ്മൾ റിവാർഡ് കിട്ടി. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, അതേ സാധനത്തിന് നമ്മൾ ഒന്നുകൂടി ഹണ്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ദേശം തപ്പി നമ്മൾ പോകാനും. അതാരാ? അലോസോറസാന്ന് തോന്നുന്നുണ്ട്. അലോസോറസും ടീമും ആടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്നത് അത്ര ബെറ്റർ അല്ല. എന്താണെന്ന് വെച്ചാൽ അലോസോറസിനെ പിടിക്കണം, പക്ഷെ അതിൻ്റെ മുന്നേ നമുക്ക് എന്തായാലും മറ്റേ ഞാൻ പറഞ്ഞല്ലോ, ഈ പച്ചക്കറി തിന്നുന്ന ഒന്നിനെ പിടിക്കണം. അല്ലെങ്കിൽ ഇതെന്താ നിങ്ങന്ന്? എടേ, ഇതെന്താണ് ഇങ്ങനെ ചെക്കായി നിൽക്കുന്നത്? ഫുള്ള് ബഗ്ഗാ. സോ ഗൈസ്, നമ്മളെ കണ്ടിട്ടില്ല കാർട്ടോറസ്. നമുക്കെന്തായാലും അവിടെ ഫുഡ് സെൻസ് ചെയ്തേരം മണക്കുന്നുണ്ട്. നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എന്താ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല. പറ്റിയെങ്കിൽ ഓന് 2 കടിയും കൊടുക്കണം. ഓന് കുറേ കാലമായി എണ്ണ ഇട്ട് മിണിങ്ങിയവനാ. പറ്റിയെങ്കിൽ ഓൻ്റെ സ്റ്റാമിന ഞാനൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പോവൂല. ഒന്ന് ബ്ലീഡിങ് വരുത്താൻ ഞാനൊന്ന് ശ്രമിക്കാം. ഓന് കൊടുത്തു. കിട്ടിയാ മതി. വൃത്തിയായിട്ടവനെ ഉമ്മ വെച്ച് കളിക്കുന്ന ചെവിയും കെട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? തൊള്ളയായനെ. ഇല്ല, ഓടിക്കോ. അത് കണ്ടതാ. ഇനിയിപ്പം പയ്യെ തന്നെ വരും അത്. വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അതാ വരുന്നതാ.
ഓടിക്കോ 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 ഓടിക്കോ. പയ്യെ തന്നെ ഉണ്ട് മോനെ ആ ചങ്ങായി. ഓ കാർട്ടോറസിൻ്റെ അമ്മോ, പയ്യെ തന്നെ വന്നിട്ട് വെറുതെ ബാക്കിയുള്ളവനെയും കൂടെ പേടിപ്പിക്കാനായിട്ട്. ഇവനൊന്നും വേറെ പണിയില്ലേ. എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 കടി അവന് കൊടുത്തിട്ടുണ്ട്. ഓന് വെറുതെ കഴിഞ്ഞ പ്രാവശ്യം എന്നിട്ട് ഇങ്ങനെ വട്ടം കറക്കിയാനാ. കഴിഞ്ഞ പ്രാവശ്യം അത് വീഡിയോയിൽ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ്. അതാകെ 1-2 പ്രാവശ്യമായിട്ടാണ് അത് ഇതിൽ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അത് വീഡിയോ എനിക്ക് കിട്ടിയില്ല. സോ അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ അവനെ എന്തായാലും അതിന് പകരം വീട്ടിയിട്ടുണ്ട്. വെള്ളം കുടിക്കണം. വെള്ളം വളരെ കുറവാണ്. ഭക്ഷണവും കുറവാണ്, ഭക്ഷണം കുടിക്കണം. വെള്ളം കുടിക്കാൻ ഒരു ശ്വാസം മുട്ടിപ്പോൾ ചാകുമല്ലോ. പക്ഷെ ഇങ്ങോട്ട് ഞാൻ കയറിക്ക, അല്ലെങ്കിൽ പണിയാ. സോ നമ്മൾ ഇനി വെള്ളം കുടിച്ചിട്ടാണ് ബാക്കി പരിപാടി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഫുഡ് അടിക്കണം, അല്ലെങ്കിൽ ഒന്നിനെ പിടിച്ച് തിന്നണം. ആദ്യം വെള്ളം കുടിക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഇതുപോലത്തെ പുതിയ പുതിയ കണ്ടൻറ്റുകളും കോമഡിയൊക്കെ നിറഞ്ഞ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബാക്കി നോക്കാം. ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ദിനോസറിനൊന്നും നമുക്ക് പേടിയൊന്നുമില്ല. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. കുറച്ച് മീനുണ്ട് ഇങ്ങനെ തുള്ളി തുള്ളി കളിക്കുന്നത്. നമുക്ക് ആടെ ദൂരെയായിട്ട് കാർട്ടോറസിനെയും കാണുന്നുണ്ട്. മൂപ്പരാടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും മീൻ പിടിച്ചിട്ടില്ലെങ്കിൽ പണിയാണ്. എന്നാലൊന്ന് ഇറങ്ങി നോക്കാം. നമ്മളതാണല്ലോ, നമ്മളൊന്നിനെയും വിട്ടുകൊടുക്കാൻ പാടില്ല. വിട്ടുകൊടുത്താൽ ചത്തുപോകും. അടിയിലായിട്ട് കുറച്ച് മീനിനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതാ 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 വെള്ളത്തിൻ്റെ അടിയിൽ. ഓ അതാ വരുന്നതാ വരുന്നതാ, വേഗം കയറിക്കോ. ഓ ശിവനെ, ഓനെ വയ്യെ തന്നെ വന്നാൽ പണിയാ. കടിച്ച് കുടഞ്ഞിടും. വെള്ളത്തിലാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ആകെ ഇപ്പം കിട്ടിയതാണ്. ഇതൊന്നൊന്ന് കരയെ കയറ്റ, വേഗം കയറി വിടറോ. ഇതിന് നീന്താനും അറിയില്ലാന്ന് തോന്നുന്നുണ്ട്. എന്തല്ലോ ഒരു കളി കളിക്കുന്നു മക്കളെ. വയ്യ വരുന്നുണ്ട്. പത്ര കഴിഞ്ഞ് ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് കയറാം. കൊല്ലൂടാ നിന്നെ ഞാൻ. കൊല്ലാൻ വരുന്ന ധൈര്യം ഉണ്ടെങ്കിൽ പിടി. ഇനി പിടിച്ചാൽ കിട്ടില്ല മോനെ. ഞാൻ അമ്മാരി ഓട്ടോ ഓടും. കരയിൽ എന്നെ തൊടാൻ കഴിയില്ല. പേടിച്ചിട്ടൊന്നല്ല കേട്ടോ, ധൈര്യം കൊണ്ടാ. ധൈര്യം വേണ്ടേ, അല്ലാണ്ട് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. ധൈര്യം കൊണ്ട് ഓടുന്നതാ, അല്ലെങ്കിൽ ബാക്കി ജീവൻ ഉണ്ടാവില്ല, അതുകൊണ്ടാ. സോ അത് നമ്മളിങ്ങനെ നോക്കുന്നുണ്ടോ ഇല്ല. അപ്പോൾ നമ്മൾ അതിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്യണം, അല്ലെങ്കിൽ തലയിൽ കയറും. ആടെ എടോ ഒരു ഫുഡ് സെൻസ് ചെയ്ത് തരം മണക്കുന്നുണ്ട്. നമുക്കൊന്ന് അങ്ങോട്ടൊന്നൊന്നൊന്നൊന്ന് പോയി നോക്കേണ്ടി വരും. ഈ സാധനം വെച്ചിക്കണ്ട വയ്യ തന്നെ ഉണ്ട് താനും. ഇതിൻ്റെ അടുത്ത് അധികം നിന്നൂടാ. ഇതാ അതിങ്ങോട്ടാണ് വരുന്നത്. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് അതാ 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 ഫുഡ് മണക്കുന്നുണ്ട്. അതാണ് ആടെ സെൻസ് കിട്ടുന്നുണ്ട്. ആടെയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹണ്ട് ചെയ്ത സ്ഥലം. അത് തന്നെ അത് തന്നെ. ഹലോ സോറസ്, ഏടെ നോക്കിയാൽ ഈ സാധനം തന്നെ. ഇതിന് വേറെ പണിയൊന്നുമില്ലേ. ഇതാണ് കഴിഞ്ഞതിൻ്റെ ഏതോ ഒരു പ്രാവശ്യം എന്നെ ചാമ്പിയത്. അമ്മാരി പിടുത്താനും പിടിച്ചത്. എന്തായാലും ഇവൻ്റെ അടുത്ത് നിന്ന് ഞാൻ ചാവുള്ളൂ. ഇവനുമായിട്ടൊരു യുദ്ധത്തിന് ഞാൻ തയ്യാറാക്കി. എന്തായാലും ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ യുദ്ധത്തിന് ഇറങ്ങുള്ളൂ. ഫുഡെല്ലാം ആണോ വെറുതെ കളിക്കണ്ട, ഞാൻ മഹാപെശക. നീ ഇവർ ഉണ്ടയാന്ന് എനിക്കറിഞ്ഞൂടാ. മുപ്പര് അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് മെല്ലെ ഒന്ന് അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. അല്ലാണ്ട് നമ്മളെ കാര്യം ഗോവിന്ദ. ഇപ്പോൾ ഒരു വെള്ളം കുടിക്കാൻ പോകാൻ തോന്നുന്നുണ്ട്. അതങ്ങനെയാണല്ലോ, ഉപ്പ് തന്നവൻ വെള്ളം കുടിക്കണം എന്നാണ്. പക്ഷേ ഉപ്പല്ല ഇവിടെ തിന്നത്, ഇവിടെ എന്തിൻ്റെയോ ഇറച്ചിയാണ് മുണങ്ങിയത്. സോ നമുക്ക് ഫുഡ് അടിക്കാം. കുറേ നേരമായിട്ട് ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങനെ ചൊറിഞ്ഞ് കളിക്കുന്നുണ്ട്. അതാ ഒരുത്തൻ. അതിലേതെങ്കിലും ഒന്നിനെയും കൂടെ ഞാൻ പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടാണ് പിടിക്കാണ്ട് ഞാനിപ്പം കഴിക്കുന്നത്. അത് കഴിച്ച് സ്റ്റാമിന കൂട്ടിയാൽ മാത്രമേ അടുത്തതിനെ നമുക്ക് പിടിക്കാൻ പറ്റൂ. എന്തായാലും നമ്മൾ ഇങ്ങനത്തെ ഒന്നിനെ നമ്മൾ മാത്രം പിടിക്കും. നമ്മൾ മാത്രം ഹണ്ട് ചെയ്യും ഒന്നിനെ. ഇത് ഇപ്പോൾ അലോസോറസ് പിടിച്ചതല്ലേ, അത് നമുക്ക് വേണ്ട. നമ്മൾ തൽക്കാലം തിന്നാൻ മാത്രം ഉപയോഗിക്കുള്ളൂ. പിടിക്കുന്ന ഒരുത്തനെ ഞാൻ പിടിക്കും. ഇവനെ ഒന്ന് തിന്ന് തീർക്കട്ടെ വെള്ളം അരച്ച്, എന്നിട്ട് വേണം മറ്റവനെ പിടിക്കാൻ. ഓനാടെ നിന്ന് വെള്ളം കുടിക്കാൻ കളിക്കാൻ തോന്നുന്നു.
ആ ചെറിയ തോണി പോലത്തെ ഈ കൊണ്ടുവന്ന് ഇവൻ എന്താക്കുക കളി? വേറെ പണിയൊന്നുമില്ല. എന്നിട്ട് ഒരു വലിയ പേര് അലോസോറസ് എന്ന് മതി. ഇതെന്ത് കാര്യത്തിന്? കുറേ നേരമായി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുറേ ടീമുകൾ ഇങ്ങനെ വന്നിങ്ങനെ ചൊറിഞ്ഞ് കളിക്കുന്നുണ്ട് എന്ന് തിന്നുന്നതിൻ്റെ ഇടയിൽ. ഇനി ഓൻ ഇങ്ങോട്ട് വന്നാൽ ഓനെ പിടിക്കുന്നുള്ള കാര്യം ഉറപ്പിച്ചതാണ് ഞാൻ. എന്താടാ എനിക്കെന്താ? കിട്ടി കടിച്ച് അതാണ് കൊട്ടച്ചിടണം. ഓൻ്റെ പകുതി സ്റ്റാമിനയും തീർന്നിരിക്കും. ഓനെ ഇന്ന് പിടിച്ചിരിക്കും, ഉറപ്പിച്ചതാ. പിടിച്ച് ഇല്ല കിട്ടി. കൊന്ന്. അങ്ങനെ ഓനിപ്പം ചാവും. ഇതേതാ ഇവനെപ്പോഴാണ് ഞാൻ ടാർഗറ്റ് ചെയ്തത്? എന്തായാലും ഒരു കടി കൊടുത്തേക്കാം. ഇല്ല, നടക്കൂല. എന്തിനാ ഇത്? വെറുതെ നമ്മൾ ഒരാളെ കൊന്ന് ഇവരെ ജനറേഷൻ തന്നെ നമ്മൾ രണ്ടാളാക്കി. ഒരു രണ്ടാളില്ലെങ്കിൽ നടക്കൂലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇവരെ അങ്ങ് തീർത്തളേ. ഇനി ഇവരെ നമ്മൾ ഫുഡിന് വേണ്ടിയാണോ കൊന്നതെന്ന് വെച്ചാൽ അല്ല. നമ്മൾ ഒരു റിവാർഡ് കിട്ടേണ്ടിയിട്ടാണ്. ഒരു 25 ഉറുപ്പ്യ കയറാൻ. പിന്നെ അത്യാവശ്യം സ്റ്റാമിന കുറഞ്ഞക്കല്ലോ, അതും കൂടി അങ്ങ് അടിച്ചേക്കാം എന്ന് കരുതി. വേറെ ആർക്കും ഉപകാരം ആയിക്കോട്ടെ. നമ്മൾ വെറുതെ ഇങ്ങനെ ഇട്ടേച്ച് പോകുന്നത് മോശമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഇട്ടത്. സോ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അലോസോറസുമായുള്ള യുദ്ധമാണ്. അതിൽ നമ്മൾ തോൽക്കുമോ ജയിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ മുട്ടി നോക്കാൻ പോവുകയാണ്, അതും നേർക്കുനേരെ. അതിന് മുമ്പേ ലേശം വെള്ളം കുടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഈ വെള്ളം കുടിക്കാൻ പറ്റുമോ? അലോസോറസ് ആടുന്നതാ കടലിന് കളിക്കുന്നു, വെള്ളത്തിൽ മീൻ പിടിച്ചേ എന്ന് പറയും. ഓനുള്ള പണി ഞാനിപ്പോൾ കൊടുക്കാം. അതാ നമ്മളെ കണ്ടിക്കില്ല. നമുക്ക് മെല്ലെ പോവാ. വാ പൊരി പോയി. കണ്ടില്ല. കണ്ട് ഇപ്പം കണ്ട് തോന്നുന്നുണ്ട് നമ്മളെ. ഒന്ന് കണ്ടുകോ? കണ്ടി. നോക്കി. ഇനി നമ്മൾ ഏറ്റുമുട്ടാൻ പോവുകയാണ്. അലോസോറസിനെ ആയിട്ട് നമ്മൾ യുദ്ധം. പിടിക്കാൻ നമ്മൾ പിടിച്ചില്ല. കിട്ടിയില്ല. കടിച്ച്. ഒരു കടിയെങ്കിലും അവന് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അത് സമാധാനമായി കിട്ടി. ഇവനെന്തെന്നാടെ ഇത് ഒഴിഞ്ഞു മാറുന്നു ഇങ്ങനെ? ഒരു കടിയും കൂടെ എടാ ഒറ്റ കടിയും കൂടെ മാത്രം മതി. കിട്ടി. ഒരു കടിയും കൂടെ എന്നാ അവൻ ചത്തതാ. കുറച്ചെങ്കിലും ഉളുപ്പ് വേണ്ട വൃത്തിയായിട്ടായി. അവൻ എന്നെയും കൊന്നാളി. സോ ഗൈസ്, നമ്മളങ്ങനെ ഡെഡായിരിക്കുകയാണ്. അപ്പോൾ ബൈ.